ഞാൻ പറഞ്ഞതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെയാണ് സൈനസസ് എന്ന് പറയുന്നത്. ഇത് ഫ്രണ്ടൽ സൈനസ്, സ്പീനോയിഡ് സൈനസ്, എത്തമോയിഡ് സൈനസ്, മാക്സിലറി സൈനസ്. ഈ സൈനസുകളിൽ ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത് സൈനസൈറ്റിസ്. ഇവിടെയാണ് നമ്മുടെ മ്യൂക്കസ് ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞാൽ കോസസ് ആണ്, എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നു എന്ന് പറയുന്ന സംഭവമാണ് ഇറ്റിയോളജി. ആദ്യം നമുക്ക് അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ ഇറ്റിയോളജി നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അക്യൂട്ട് സൈനസൈറ്റിസ് വരുന്നത് എന്തൊക്കെ കൊണ്ടാണ്? വൈറസ്, ബാക്ടീരിയ, അതേപോലെ ഫംഗസ് ഒക്കെ കൊണ്ടാണ്. അവരുടെ എൻട്രി കാരണമാണ് നമുക്ക് ഇത് അക്യൂട്ട് സൈനസൈറ്റിസ് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വൈറസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ വൈറസ് ആയിരിക്കും കോസ് ചെയ്യുന്നത്? റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ, അതേപോലെ പാരാ ഇൻഫ്ലുവൻസ വൈറസസ്. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ടും എഫക്റ്റ് ചെയ്യുന്ന വൈറസസ്. രണ്ടാമത് ബാക്ടീരിയ വരുമ്പോഴത്തേക്കും ഏതൊക്കെ ബാക്ടീരിയാസ് ആണ്? ഇൻഫ്ലുവൻസ, അതേപോലെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഇത്രയും ബാക്ടീരിയയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് അക്യൂട്ട് സൈനസ് കോസ് ചെയ്യുന്നത്. ഫംഗസ് പറയുമ്പോഴത്തേക്കും ഫംഗൽ ഇൻഫെക്ഷൻ ഓൾസോ ക്യാൻ കോസ് സൈനസൈറ്റിസ്. സോ അതാണ് അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ ഇറ്റിയോളജി. അടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ ക്രോണിക്കിലും കാണും ഇറ്റിയോളജി. ക്രോണിക്കിൻ്റെ ഇറ്റിയോളജി എന്ന് പറയുമ്പോഴത്തേക്കും നേസൽ പോളിപ്സ് അല്ലെങ്കിൽ ട്യൂമേഴ്സ്, ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ്, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, ട്രോമ ടു ദ ഫേസ്. അപ്പോൾ ആദ്യത്തെ നേസൽ പോളിപ്സ് അല്ലെങ്കിൽ ട്യൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മൂക്കിനകത്തുള്ള ടിഷ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രോത്ത്, നമ്മുടെ ടിഷ്യൂസ് ഗ്രോ ചെയ്യും. അതിൻ്റെ ഗ്രോത്ത് നമ്മുടെ സൈനസിനെയോ അതേപോലെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നേസൽ പാസേജസിനെയോ ബ്ലോക്ക് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ നേസൽ പോളിപ്സ് അല്ലെങ്കിൽ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷനും കോസ് ചെയ്യും, അതേപോലെ നമ്മുടെ ഹേ ഫീവർ എന്ന് പറയുന്ന അലർജീസ് വേണമെങ്കിൽ അതും കോസ് ചെയ്യാം. ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്നോഫിൽസിനാണ്. നമ്മൾ ഈ സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് വരുമ്പോൾ ഇസ്നോഫിൽസിൻ്റെ കൗണ്ട് കൂടുകയും അപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇമ്മ്യൂണിറ്റിയിൽ ബാധിക്കും, നമ്മുടെ അലർജീസ് വീണ്ടും കോസ് ചെയ്യും. പിന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമുക്ക് സ്വാഭാവികം കോമൺലി എന്തൊക്കെ കാരണങ്ങളാണ് വരുന്നത്? പനി, അതേപോലെ തുമ്മൽ, മൈഗ്രെയിന്, പിന്നെ നമ്മുടെ മ്യൂക്കസ് ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്യുന്ന കണ്ടീഷൻ. ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ അതുകൊണ്ടാണ് നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് കോസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ. പിന്നെ വരുന്നത് ട്രോമ ടു ദ ഫേസ്. എ ഫ്രാക്ചർഡ് ഓർ ബ്രോക്കൺ ഫേഷ്യൽ ബോൺ മേ കോസ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ സൈനസ് പാസേജസ്. അഥവാ ഇനി ഫ്രാക്ചർ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ബോൺസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സൈനസിന് അത് എഫക്റ്റ് ചെയ്യും, ഒബ്സ്ട്രക്ഷൻ സംഭവിക്കും, അപ്പോൾ നമ്മുടെ ഫേസിന് ട്രോമ വരും. സോ ഇതൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് ക്രോണിക് സൈനസൈറ്റിസ് വരുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇറ്റിയോളജിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇനി ഇറ്റിയോളജി കഴിഞ്ഞിട്ട് റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ആദ്യം അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. നമ്മുടെ എക്സാമിന് ഇതെല്ലാം ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമുക്ക് മാക്സിമം നോക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമ്മളൊരു 10 നോക്കി വെച്ചാൽ നമുക്കൊരു 5 ആ സമയത്ത് ഓർമ്മ കിട്ടത്തുള്ളൂ. സോ മാക്സിമം നമ്മൾ പറ്റുന്ന കൊണ്ട് പഠിക്കുക. അപ്പോൾ ഇനി അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് ആണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ പാരാനേസൽ സൈനസസ്, ഇൻട്രാനേസൽ അലർജീസ് സച്ച് ആസ് ഹേ ഫീവർ, നേസൽ പോളിപ്സ് ഓർ ട്യൂമേഴ്സ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, ഹൈപ്പർട്രോപ്പി ഓഫ് ടർബിനേറ്റ്സ്, ഇൻഫെക്റ്റഡ് അഡിനോയിഡ്സ്, കോൾഡ് ആൻഡ് അലർജീസ് may cause too much mucus production and block the opening of sinus, weakened immune system, tobacco use and smoking. സോ ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസ്ക് കൂടി വന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ക്രോണിക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് നേസൽ പോളിപ്സ്, ആസ്മ, ഡെൻ്റൽ ഇൻഫെക്ഷൻ, ആസ്പിരിൻ സെൻസിറ്റിവിറ്റി, റൈനൈറ്റിസ് ഓർ ഹേ ഫീവർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലെക്സ് ഡിസീസ്, ഗേർഡ്. ഇതെപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്നത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലായിടത്തും. പ്രൈമറി ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഫ്രം IgA ഡെഫിഷ്യൻസി, ചേഞ്ച് ഇൻ ഓൾട്ടിറ്റ്യൂഡ്, അനാട്ടമിക്കൽ ഡിഫക്ട്സ് സച്ച് ആസ് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, പിന്നെ സ്മോക്കിംഗ്. അടുത്ത് നമുക്ക് അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോക്കാം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് പറയുമ്പോൾ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാൻ എക്സാമിന് സമയം കിട്ടത്തില്ല, അപ്പോൾ നമ്മൾ പോയിന്റ് വൈസ് എഴുതുക. അപ്പോൾ ഞാൻ പറയാം കുറച്ച്. ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് സ്റ്റഫി നോസ് വരും, അതേപോലെ പെയിൻ വരും. പെയിൻ വരുന്ന എവിടേക്കാണ്? മാക്സിലറിയിൽ വരും. മാക്സിലറി, ഫ്രണ്ടൽ, എത്തമോയിഡ്, പിന്നെ സ്പീനോയിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈനസ് ആണ് ഈ സംഭവങ്ങൾ. ഇവിടെയൊക്കെ പെയിൻ വരും, അതേപോലെ ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ സ്മെല്ല്, പിന്നെ നമുക്ക് കഫ്, അടിക്കടിയായിട്ടുള്ള കഫ് വരും, ഫെറ്റീഗ്, പിന്നെ സോർ ത്രോട്ട് ആൻഡ് പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, നേസൽ സ്റ്റിഫ്നെസ് ആൻഡ് ഡിസ്ചാർജ്, ഡിക്രീസ് സെൻസ് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ് ഈ നമുക്ക് എല്ലാ കണ്ടീഷനിലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ പറയുന്ന മറ്റേ ഫെറ്റീഗ്, ഡിസിനെസ്, പിന്നെ കഫ്, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം വരുമ്പോൾ മെയിനായിട്ട് എഴുതേണ്ടതാണ് ഈ കഫും കാര്യങ്ങളൊക്കെ.
പിന്നെ അലർജീസ്, ബാഡ് ബ്രെത്ത്, ഇതൊക്കെ കോമൺ ആണ് നമ്മുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ. സോ ഇത്രയാണ് നമ്മുടെ അക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ. നെക്സ്റ്റ് നമുക്ക് ക്രോണിക് സൈനസൈറ്റിസിൽ നോക്കാം. അതിനകത്ത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വരുന്നത് ഡ്രെയിനേജ് ഓഫ് തിക്ക് യെല്ലോ ഓർ ഗ്രീൻ ഡിസ്ചാർജ്. നമ്മൾ ഡിസ്ചാർജ് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ മ്യൂക്കസായി പോകുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിരിക്കും, അതേപോലെ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളറായിരിക്കും. നമുക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള നേസൽ ഒബ്സ്ട്രക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫേഷ്യൽ ഫുൾനെസ്, ഡിസ്കംഫർട്ട്, ഹെഡ് ഏക്ക്, പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ബാഡ് ബ്രെത്ത്, കഫ്, ഫറ്റീഗ്, റെഡ്യൂസ്ഡ് സെൻസ് ഓഫ് സ്മെൽ ആൻഡ് ടേസ്റ്റ്, ലോ ഗ്രേഡ് ഫീവർ. ഇതൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്.